അപ്പം നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാട്ടോ, മോർണിംഗ് വാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ, നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളൊക്കെ കാണാം. ഇത് കണ്ടോ, ഇവിടെ മരം കണ്ടോ, മരം ഫുള്ള് മരങ്ങളാണ്. രാത്രിയായ ഫുള്ള് ഈ മരത്തിൽ കിളികളായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാക്ക, UK കാക്കേനെ കാണിച്ചു. ഫുള്ള് മരങ്ങളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ മരങ്ങളുടെ അകത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കാക്കകളുടെ ബഹളമായിരിക്കും. കാക്കയുണ്ട്, മറ്റേ സീഗിൾ എന്ന് പറഞ്ഞ ആ കിളിയുണ്ട് കേട്ടോ, ഭയങ്കര ബഹളമായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ, ഇവിടെ ആരോ എന്തോ അവർക്ക് തിന്നാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട, കണ്ട, ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാനങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളത് കണ്ട് വിഷമിക്കണ്ട. കണ്ട, ഞാൻ പോകുമ്പോൾ ഇവരെല്ലാവരും തിരിച്ചു വരും. കണ്ട, അവരെല്ലാവരും തിരിച്ചു വന്ന് വീണ്ടും തിന്നാൻ തുടങ്ങി. കണ്ട, UK കാക്ക. അപ്പോൾ ഇവിടുത്തെ വീടുകൾ ഇങ്ങനെയാട്ടോ, ഫുള്ളൊരു സ്ട്രീറ്റ് പോലെയാണ്. ഫുള്ള് വീടുകൾ അടുത്തടുത്തടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ. അപ്പോൾ നമ്മൾ കാലത്തെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇതൊരു ബാറാണ് കേട്ടോ, കോഫി ബാർ, കഫേ ബാർ ആൻഡ് കോഫി ബാറാണ്, മറ്റേ ബാറല്ല കേട്ടോ. അത് ഇവിടുത്തെ ആൾക്കാർ നല്ല കോഫി കഴിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായില്ലേ. ഇവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എവിടെ ഫിനിഷിങ് ആണ്ട, അത് പ്രത്യേക ഒരു ഷീറ്റാണ്, ഒരു ഷീറ്റാണ്, ഷീറ്റ് കണ്ട, പ്രത്യേക ഷീറ്റാണ്. അലുമിനിയം ഷീറ്റ് സ്ക്രൂ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നോക്ക്, ഇത് ഫുള്ളും ജസ്റ്റ് കാണിക്കും, സൂപ്പറായിട്ടല്ലേ. ഞങ്ങളങ്ങനെ അതിൽ കൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. സൈക്കിൾ വേണ്ടേ? അതായത് ഇത് ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് പോയി നിന്നാൽ അവിടെ ട്രെയിൻ നിർത്തും, അവിടെ നിന്ന് കയറി പോവാം. അതുപോലെ ഇവിടെ ഈ സൈഡിൽ നിന്നാൽ ഇവിടെ നിന്ന് കയറി പോവാം കേട്ടോ. ഇവിടെ ഈ റെഡ് കളറിൽ കാണുന്ന ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് നമ്മളെ സ്കാൻ ചെയ്ത് കടത്തി വിടാം. ഇപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ. പബ്ലിക് സ്ഥലങ്ങളുടെ ഒക്കെ ഞാൻ വീഡിയോസ് നോക്കാൻ പാടില്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, ഇതിൽ കിടക്കാൻ പറ്റും. ബ്രിഡ്ജിൽ കൂടെ പോകണം. ബസ് സ്റ്റോപ്പ് പോലെ ഇല്ലേ, പക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് ഇങ്ങനെ അവിടെ ചില
വാക്കിന് ഇറങ്ങിയ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ പോണത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളുന്നുണ്ട്, അതുകൊണ്ട് ഒരാൾ ഓടി കയറി ഇതിനുള്ളിൽ ഇരിപ്പാണ്. ആണോ ഡ്രിസ്ലിങ് മഴ നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കാണാൻ മാത്രമുള്ള മഴയില്ല, ചെറിയൊരു എങ്ങനെ കാണിച്ചു തരാം, അത്ര ഒരു നൂൽ എന്നൊക്കെ പറയാം, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിങ്ങനെ രസമാണത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അതങ്ങനെ നനഞ്ഞങ്ങനെ നടക്കും. പക്ഷെ നമുക്ക് തലയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾഡൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇത് പരിചയമുള്ളവർക്ക് വലിയ അങ്ങനെ പെരും മഴയൊന്നുമല്ല കേട്ടോ, ചുമ്മാ ഒരു ഇതിനകത്ത് വീഡിയോയിൽ കാണില്ല അല്ലേ, ചെറിയൊരു തുള്ളി തുള്ളിയായിട്ടുള്ളൂ. രസമാണ് അത് നനയാനായിട്ട്. അടുത്ത ട്രെയിനും വന്നു കേട്ടോ. ഞങ്ങളിവിടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത ട്രെയിൻ വന്നു. ഇപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ അങ്ങോട്ട് പോകുന്നു. ഇഷ്ടം പോലെ ട്രെയിൻ വരുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് പോലെ എല്ലാവരും നിർത്തി കയറ്റി വേഗം കൊണ്ടുപോകുന്നുണ്ട്. സൈക്കിള്, നായ, എല്ലാ സംഭവവും അവരവരുടെ കൂടെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. നായേനെ കയറ്റാനുള്ള ചിത്രം കണ്ട. ഈ കമ്പാർട്ട്മെന്റിൽ നായേനെ അലൗഡാണ്. ഡോഗ് ദേ ഇങ്ങോട്ടേക്ക് അടുത്ത് തോന്നു. അല്ല എന്തോരം ട്രെയിനല്ലേ, വന്നോണ്ടിരിക്കുക. ഇവിടെ കണ്ടോ, ട്രെയിൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയാട്ടോ, ഈ ട്രെയിൻ പോയി കഴിയട്ടെ, സൗണ്ട് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം. എൻ്റെ കോട്ടിൻ്റെ അകത്താണ് രണ്ടാളും പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ കൂടിയിട്ടൊന്നുമില്ല, ഇതാണ് മഴ. നിങ്ങൾക്ക് മഴ കാണില്ലല്ലോ, വരുന്നതിനേക്കാളും കൂടി. അല്ല മഴ കാണില്ലല്ലോ, അതാണ് ഇവിടുത്തെ മഴ. അപ്പൊ എന്താ ഉണ്ടായെന്നറിയോ, ഞങ്ങൾ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി പോയപ്പോ അവിടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല, വെറുതെ ഒരു ഗേറ്റിൽ കൂടെ എല്ലാവരും കയറി പോണു. ഞങ്ങൾ കയറിപ്പോയി, അവിടെ പോയി ഇന്ന് ട്രെയിനൊക്കെ കണ്ടു. ഇപ്പൊ ഇറങ്ങി വന്നപ്പോ അവിടെ ആ ഗേറ്റ് ഒക്കെ അടച്ച് സ്റ്റാഫൊക്കെ നിന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യണ സ്ഥലമാക്കി മാറിയിരിക്കുന്നു. അവിടെ അത് ഉണ്ടായിരുന്നു, അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് മൈ ഗോഡ്, ഞങ്ങളുടെ ടിക്കറ്റ് ഇല്ലല്ലോ ഇറങ്ങി വരാൻ വേണ്ടി. സ്റ്റാഫും പിന്നെ നന്നായി സ്കാൻ ചെയ്ത് പുറത്ത് കിടക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ഇവിടെ ന്യൂ റെസിഡൻസ് ആണ്, ഞങ്ങൾ ഇവിടെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്പൺ ചെയ്ത് തന്നു. ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വന്നേനെ. അങ്ങനെ നടപ്പിക്കില്ല കേട്ടോ, അവർക്ക് അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് അവർ കൺസിഡർ ചെയ്യും, ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ ആദ്യം ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബസ്സിൽ കയറേ അല്ലെങ്കിൽ ട്രെയിനിൽ കയറുകയാണെങ്കിൽ നമ്മുടെ അവിടെ ട്രെയിൻ വന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടി വന്ന് ഇടിച്ചു കുത്തി നമുക്ക്, എൻ്റെ അമ്മോ ഞങ്ങളുടെ ബാഗൊക്കെ ഈ ട്രെയിനിൻ്റെ പാളത്തേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത്. കാരണം ഇടിയും കുത്തൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കുമല്ലോ, നമുക്ക് എങ്ങനെയാണ്. അതുപോലെ ഒരു ബസ് വന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈച്ചക്കൂട്ടം വരണ പോലെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. എന്നിട്ട് ആർക്കും കയറാൻ പറ്റില്ല, കാരണം എല്ലാവരും കൂടി കിടന്ന് കെട്ടിമറിയും. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബസ് അത് വന്ന് നിൽക്കും, സമാധാനമായിട്ട് നിന്ന് അത് പതുക്കെ തുറന്ന്, പിന്നെ അപ്പം അതിൻ്റെ അകത്തുള്ള ആൾക്കാർ കഥയൊക്കെ പറഞ്ഞ് അകത്തുനിന്ന് വരുന്നുണ്ടാവുള്ളൂ. അത് ഈ കഥയൊക്കെ പറഞ്ഞ് പതുക്കെ വന്ന് എല്ലാവരും ഇറങ്ങുമ്പോൾ ഡ്രൈവർക്ക് താങ്ക് യു പറയും കേട്ടോ. കാരണം അവിടെ വരെ നമ്മളെ എത്തിച്ച ആൾക്കൊരു താങ്ക് യു പറയും. നമ്മൾ എല്ലാ കാര്യത്തിലും അത് ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് ഉള്ളതിനേക്കാൾ ഉപരി അത് പറയാനുള്ളൊരു മനസ്സെല്ലാവരും കാണിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പതുക്കെ ഇറങ്ങി. അപ്പം നമ്മൾ കയറാനുള്ളവർ അവിടെ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവർ പതുക്കെ നടന്ന് വന്ന് ഓരോരുത്തരായിട്ട് സ്കാൻ ചെയ്ത് അവരുടെ ലഗേജ് ഉണ്ടെങ്കിൽ അതൊക്കെ കയറ്റി കുട്ടി, പിന്നെ നമ്മുടെ ട്രോളി അങ്ങനത്തെ സാധനങ്ങൾ, വീൽ ചെയർ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ പതുക്കെ കയറ്റി സമാധാനത്തിൽ എല്ലാവരും സീറ്റിൽ ആയി കഴിഞ്ഞിട്ട് ആണ് പതുക്കെ ബസ് ലിഫ്റ്റ് ചെയ്ത്. കാരണം ഇവിടെ ഹൈഡ്രോളിക്കാണ്, താഴ്ത്തി പൊക്കിയിട്ടാണ് ബസ് ഓടിപ്പിച്ച് പോവുക. നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ബസ് പതുക്കെ താഴ്ത്തി റോഡൊപ്പം ആക്കും. കാരണം നമുക്ക് ട്രോളി, വീൽ ചെയറൊക്കെ കയറ്റാനുള്ള ഫെസിലിറ്റിയിൽ താഴ്ത്തി തരും. അത് കഴിഞ്ഞ് പതുക്കെ ലിഫ്റ്റ് ചെയ്ത് സമാധാനത്തിലാണ് പോവുക. അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പറയാൻ വന്നതാണ്. സൈക്കിളൊക്കെ കയറ്റി പതുക്കെ സമാധാനത്തിൽ നമുക്ക് കയറി പോയാൽ മതി, ഒരു തിക്കും തിരക്കും ഉണ്ടാവില്ല. തനിയെ അവരത് ക്യൂ പാലിക്കും. അത് ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ മോർണിംഗ് വാക്ക് വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.